Welcome to Eddream Educations. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെ 11th യൂണിറ്റ് ആണ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിസിഷൻ. എന്താണ്, ഇൻ പ്രീവിയസ് ക്ലാസ്സസ് വി ഹാവ് സ്റ്റഡി ദ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, that is perfect competition and monopoly. Here we are studies another market structure. മറ്റൊരു മാർക്കറ്റ് സിറ്റുവേഷനാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, the monopoly and perfect competition are the extreme cases of the market structure. Monopoly എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് എക്സ്ട്രീം കേസസ് ആണ് അല്ലേ. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് സെല്ലിങ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. ഇനി മൊണോപ്പൊളി ആണ് നേരെ ഓപ്പോസിറ്റ് ആണ്, സിംഗിൾ സെല്ലർ പ്രൊഡ്യൂസിങ് എ കമ്മോഡിറ്റി. ഓക്കെ, അപ്പം ഇനി മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മിക്സ്ചർ ഓഫ് മൊണോപ്പൊളി ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും മൊണോപ്പൊളിയുടെയും ഒരു മിക്സ്ചറാണ്, രണ്ടിൻ്റെയും ഫീച്ചേഴ്സിൻ്റെ ഒരു മിക്സ്ചറാണെന്ന് പറയുന്നത് മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് സ്ട്രക്ചർ. അതൊരു മാർക്കറ്റ് സ്ട്രക്ചറാണ് ഇൻ വിച്ച് ദർ ആർ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ദേ ആർ പ്രൊഡ്യൂസിങ് ക്ലോസ്ലി റിലേറ്റഡ് പ്രൊഡക്റ്റ് വിച്ച് ആർ ഡിഫറൻഷിയേറ്റഡ്. എന്താണ് ലാർജ് നമ്പർ? നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എങ്ങനെയായിരുന്നു, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ അവരെന്തായിരുന്നു ഉണ്ടാക്കിയിരുന്നത്, ഹൊമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരുന്നു. ഇവിടെ എന്താണ്, ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ആണ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഉണ്ടാകുന്നത്. ബട്ട് ദ പ്രൊഡക്ട്സ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി എന്താണ് കൂടുതലാണ്. ഈ കമ്മോഡിറ്റീസ് മോണോപ്പൊളിസ്റ്റിക് ഫോംസ് ഉണ്ടാക്കുന്ന ഈ പ്രൊഡക്റ്റിന് എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ. അവിടെ എന്താണ്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട്, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്. ദേ വർ പ്രൊഡ്യൂസിങ്, അവരെങ്ങനത്തെ പ്രൊഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ്. എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ആണ്. ബട്ട് ദേ ആർ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി കൂടുതലുള്ള പ്രൊഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ മോണോപ്പൊളിസ്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം ഹാവ് എ മൊണോപ്പൊളി പവർ. എപ്പോഴാണ്, ആസ് ഫാർ ആസ് ദർ ബ്രാൻഡ് ഈസ് കൺസേൺഡ്. ഓരോ ഫേമിനും എന്ത് ഉണ്ടാവും, ഓരോ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിനും എന്താണ്, ഓരോ ബ്രാൻഡുകൾ ഉണ്ടാവും. അപ്പോൾ ആ ബ്രാൻഡ് കൺസേൺ ചെയ്യുമ്പോൾ ദേ ഹാവ് എ മൊണോപ്പൊളി പവർ. എന്ത് ചെയ്യുന്നുണ്ട്, പെർഫെക്റ്റ് കോമ്പറ്റീഷനെ അപേക്ഷിച്ച് മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൊണോപ്പൊളി പവർ എന്ത് ചെയ്യുന്നുണ്ട്, മൊണോപ്പൊളിസ്റ്റിക് ഫേമിന് കിട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു ബ്രാൻഡ് കൺസേൺ ചെയ്യുമ്പോൾ മാത്രം. ഓക്കെ, മൊത്തത്തിൽ മൊണോപ്പൊളിയെ പോലെ മൊത്തത്തിൽ ഒരു സിംഗിൾ സെല്ലറൊന്നും അല്ല, പക്ഷേ ആസ് ബ്രാൻഡ് ഈസ് കൺസേൺഡ്, ബ്രാൻഡ് കൺസേൺ ചെയ്യുമ്പോൾ എന്താണ്, ഹി ഹാസ് എ മൊണോപ്പൊളി പവർ. ബട്ട് നമുക്കറിയാം ഈ ഒരു മാർക്കറ്റ് സിറ്റുവേഷനിൽ എന്താണ്, ദർ ആർ എ നമ്പർ ഓഫ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ്. ദേ ഹാവ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഇല്ലാതെ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുള്ള ഒത്തിരി കമ്മോഡിറ്റീസ് ആ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദ മോണോപ്പൊളിസ്റ്റ് ഫേം ഫേസ് സം still
കോമ്പറ്റീഷൻ. എന്താണ്? നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും ആ മാർക്കറ്റിൽ ഉണ്ടാവുക. ഓക്കെ, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് അല്ല, ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റ് ആണ്. ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ കൂടെ ഇതിനെന്താണ്? ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടബിലിറ്റി ഉണ്ട്. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പം അതെന്താണ്? ആ മാർക്കറ്റ് എന്ന് പറയുന്നത്, മൊണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുന്നത് സ്റ്റിഫ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം എന്താണ്? ആസ് ഫാർ ആസ് എ ബ്രാൻഡ് ഈസ് കൺസേൺഡ്, ഒരു ബ്രാൻഡ് കൺസേൺ ചെയ്യുമ്പോൾ മൊണോപ്പൊളിസ്റ്റിക് ഫേമിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മൊണോപ്പൊളി പവറൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു കമോഡിറ്റിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു മൊണോപ്പൊളിസ്റ്റിക് ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒത്തിരി ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റ്, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫേം എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ റിയൽ മാർക്കറ്റ് സിറ്റുവേഷന് കോമ്പറ്റേറ്റീവ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്. ഇപ്പം നമ്മളുടെ സോപ്പ്, നമുക്കറിയാം മാർക്കറ്റിൽ ലീഡിങ് ബ്രാൻഡ്സ് ഉണ്ടാവും. എന്താണ്? ലെക്സ്. അതിന് ഇപ്പം ലെക്സ് എന്നുള്ള ബ്രാൻഡ് നമുക്കറിയാം ഫേമസ് ബ്രാൻഡാണ്. അപ്പം അതുപോലെ തന്നെ സെയിം നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ കോമ്പറ്റീറ്റീവ് ഉള്ള എന്താണ് മറ്റ് ബ്രാൻഡ്സുകളുണ്ട്. റെക്സോണ ഉണ്ട്, അങ്ങനെ ഒത്തിരി ഡൗ ഉണ്ട്. അപ്പം അങ്ങനെ ബ്രാൻഡ്സുകൾ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള വ്യത്യസ്ത ബ്രാൻഡുകളുണ്ട്. അപ്പം ഈ ലെക്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡൗവിന് എന്ത് ചെയ്യുന്നുണ്ട്? സോപ്പിന് ഒരു മൊണോപ്പൊളി പവർ ഉണ്ട്. ആ ഒരു ബ്രാൻഡിൻ്റെ ബേസിൽ, ഡൗ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ബേസിൽ എന്താണ്? ഒരു മൊണോപ്പൊളി പവർ ഉണ്ട്. പക്ഷേ ഇതേപോലെയുള്ള അനദർ ബ്രാൻഡ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റിഫ് കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ടൂത്ത് പേസ്റ്റ്. നമ്മളൊരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ, ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒത്തിരി ടൂത്ത് പേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഇപ്പം കോൾഗേറ്റ് എന്നുള്ളൊരു ബ്രാൻഡ്, അതുപോലെ തന്നെ സെയിം നമുക്ക് ചെറിയ ചെറിയ ഡിഫറൻസിൽ, പാക്കിങ്ങിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറിൽ ഒക്കെ ഡിഫറൻസ് ആയിട്ട് പെപ്സോഡൻ്റ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ബ്രാൻഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ടൂത്ത് പേസ്റ്റിലും ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ നമുക്ക് നമ്മളുടെ ഒരു ഡെയിലി ലൈഫിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന 2 എക്സാമ്പിൾസാണ് സോപ്പ് ആൻഡ് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊണോപ്പൊളിൻ്റെയും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും ഒരു കോമ്പിനേഷനാണ്, ഒരു മിക്സ്ചറാണ്. രണ്ടിൻ്റെയും ഫീച്ചേഴ്സിൻ്റെ ഒരു മിക്സ്ചറാണെന്ന് പറയുന്നത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ പ്രത്യേകത എന്താണ്? ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസിങ് ഡിഫറൻഷ്യേറ്റഡ് commodity, but they are closely related or closely substitutable product. Next we are going to discuss the features of monopolist competition. Monopolist competitive മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് ആണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൻ്റെയും എന്തായിരുന്നു ഫീച്ചർ? എന്തായിരുന്നു? ലാർജ് നമ്പർ ഓഫ് സെല്ലറായിരുന്നു ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. മോണോപ്പൊളിസ്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഹാവ് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്. മോണോപ്പൊളിസ്റ്റ് കോമ്പറ്റീറ്റീവ് ഫേം എങ്ങനെയാണ് ഇതാക്കുന്നത്? ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടാവും. ദേ സെൽസ് ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റ്. എന്താണ്? ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റ് ആണ് ഈ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സും വിൽക്കുന്നത്. സോ ദ ഫേസ് സ്റ്റിഫ് കോമ്പറ്റീഷൻ. അതുകൊണ്ട് എന്താണ്? ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഫേംസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോമ്പറ്റീഷൻ, സ്റ്റിഫ് കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ,
The large number of sellers sells small amount of market share. മാർക്കറ്റ് ഷെയറിൻ്റെ ചെറിയ എമൗണ്ട് മാത്രമാണ്, ചെറിയൊരു പോർഷൻ മാത്രമാണ് ഓരോ ഫേംസും എന്ത് ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ദേ ഹാവ് the monopolist competitive firm has control over the price. Monopolistic competitive firmന് എന്താണ്, പ്രൈസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് ലിമിറ്റഡ് കൺട്രോൾ മാത്രമേ, കൺട്രോൾ ഉണ്ട് പക്ഷെ എന്താണ്, ഒരു മൊണോപ്പൊളി ഫേമിനെ കമ്പയർ ചെയ്യുമ്പം ഒരു മൊണോപ്പൊളിസ്റ്റിക് ഫേമിന് എന്താണ്, ലിമിറ്റഡ് കൺട്രോളേ ഉള്ളൂ എന്ത് ചെയ്യുന്നത്, പ്രൈസിലുള്ളൂ. കാരണം എന്താണ്, അവിടെ സ്റ്റിഫ് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ടാണ്, ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റിഫ് കോമ്പറ്റീഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രൈസിൽ എന്താണ്, പ്രൈസിൽ ലിമിറ്റഡ് കൺട്രോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മൊണോപ്പൊളിസ്റ്റിക് ഫേമിന് മാർക്കറ്റ് പ്രൈസിൽ ലിമിറ്റഡ് കൺട്രോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സെക്കൻഡ് ഫീച്ചർ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ. ഓക്കെ, monopolist firm have some sort of monopoly power because of the product differentiation. Product differentiation കാരണം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മൊണോപ്പൊളിസ്റ്റിക് ഫേമിന് ഒരു ചെറിയ മൊണോപ്പൊളി പവർ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, how much the degree of product differentiation, എത്രത്തോളം പ്രൊഡക്റ്റ് ഡിഫറൻഷിയേറ്റഡ് ആണ്, how much the degree of product is differentiated, എത്രത്തോളം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ട്, അത്രത്തോളം എന്തുണ്ടാവും, ദ ഇലാസ്റ്റിറ്റി ഓഫ് ദ കമ്മോഡിറ്റീസ് ആർ ലെസ്. എത്രത്തോളം ഡിഫറൻഷിയേറ്റഡ് ആണ് അത്രത്തോളം എന്താണ്, ഇലാസ്റ്റിറ്റി കുറവായിരിക്കും. സോ ഹി ക്യാൻ ഫിക്സ് ദ ഹൈ പ്രൈസ്. ഇലാസ്റ്റിറ്റി കുറവാണെങ്കിൽ എന്താണ്, ഈ എത്രത്തോളം ഇലാസ്റ്റിറ്റി കുറവാണ് അത്രത്തോളം ഹൈ പ്രൈസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫേമിൻ്റെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹൈലി ഇലാസ്റ്റിക് ആണെന്നുണ്ട്, ഹൈലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രൈസിനോട് വളരെയധികം ഇതാണ്, പ്രൈസ് ഒരു ചെറുതായിട്ട് തന്നെ കൂടിയാൽ തന്നെ ഡിമാൻഡ് ഒത്തിരി കുറഞ്ഞു പോകും. ഇവിടെ നിന്ന് ഇന്നിലാസ്റ്റിക് ആവുന്നിടത്തോളം എന്താണ്, കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് കൂട്ടാൻ പറ്റും. പ്രൈസിനോട് റെസ്പോൺസ് കുറവാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് കമ്മോഡിറ്റീസുകളുടെ പ്രൈസിനോട് റെസ്പോൺസ് കുറവാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഡിമാൻഡ് കുറഞ്ഞ രീതിയിലേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. പ്രൈസ് ഹൈപ്പ് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ രീതിയിലേ ഡിമാൻഡ് മാറുന്നുള്ളൂങ്കിൽ, റെസ്പോൺസീവ്നെസ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ മോണോപ്പൊളിസ്റ്റിക് ഫേം എന്ത് ചെയ്യും, ഹൈ പ്രൈസിൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ കമ്മോഡിറ്റി വിൽക്കും. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞാൽ ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. നമുക്കറിയാം മൊണോപ്പൊളിസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സാണ്. അപ്പം ഓരോ ഫേമിനും വേണമെങ്കിൽ ഒരു ഇൻഡസ്ട്രീനകത്ത്, ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്രൂപ്പ് ഓഫ് ഫേമാണ്. അപ്പം ഈ ഇൻഡസ്ട്രീനകത്ത് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, പുതിയൊരു ഫേമിന് കടന്നു വരാം. ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, ഒരു ലോസ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഫേമിന് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, പുറത്ത് പോകാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് കോസ്റ്റ്. മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെല്ലിംഗ് കോസ്റ്റ് നമ്മൾ മൊണോപ്പൊളിയിലോ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിലോ കാണാത്ത ഒരു ഫീച്ചറാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ കോസ്റ്റ് ഫോർ പ്രൊമോട്ടിങ് ദ പ്രൊഡക്റ്റ്. ആ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കോസ്റ്റിനെയാണ്. അത് ഏത് രീതിയിലാവും, ഇറ്റ് മേ ബി അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്, അല്ലേ? അഡ്വർടൈസ് ചെയ്യാണ്ട് ഇപ്പം നമ്മൾ
മാർക്കറ്റിൽ പല പ്രൊഡക്റ്റും നമ്മൾ എന്ത് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബേസിലാണ് എന്തെന്ന് അതിന് ഡിമാൻഡ് കിട്ടുന്നത്. അപ്പം അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്, അതുപോലെ തന്നെ സാലറി ഫോർ മാർക്കറ്റിംഗ് സ്റ്റാഫ്സ് എല്ലാം എന്താണ് സെല്ലിംഗ് കോസ്റ്റാണ്. ഓക്കെ, അപ്പം മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ എന്തിൽ വ്യത്യാസപ്പെടുന്നു? സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോസ്റ്റ്. മൊണോപ്പൊളിയിലോ പെർഫെക്റ്റ് കോമ്പറ്റീറ്റർ എന്തായിരുന്നു? ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരുന്നു. അവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് എന്താണ് പ്രത്യേകിച്ചൊരു അഡീഷണൽ കോസ്റ്റ് എന്നല്ലാതെ അഡ്വർടൈസ് ചെയ്യാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. മൊണോപ്പൊളിയിലാണെങ്കിൽ സിംഗിൾ സെല്ലർ ആയതുകൊണ്ട് തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷെ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ഉള്ള ലാർജ് സെല്ലേഴ്സ് ഉണ്ട്. അപ്പം ആളുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അഡ്വർടൈസ്മെൻറ്റ് വേണം. ആ ഒരു കോസ്റ്റിനെയാണെന്ന് പറയുന്നത് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഇൻ്റർഡിപ്പെൻഡൻസ്. അതായത് ഈ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി, ഒരു ഇൻഡസ്ട്രിയിൽ നമുക്കറിയാം ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്, മാർക്കറ്റിലുണ്ട്. അപ്പം ഇൻഡസ്ട്രിയിൽ തന്നെ എന്താണ് ഒത്തിരി ഫേംസ് ഉണ്ടാവും. ഈ ഫേംസ് എല്ലാം എന്താണ് ഈ ഡിസിഷൻ മേക്കിങ്ങിൽ ഇൻ്റർഡിപ്പെൻഡൻസ് ആണ്. ഈച്ച് ഫേംസ് ആർ ഇൻ്റർഡിപ്പെൻഡൻസ്. അതായത് ഡിസിഷൻ മേക്കിംഗ് ഓഫ് എ ഫേം ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതേഴ്സ്. ഒരു ഫേം എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ മറ്റ് ഫേംസ് എന്ത് ചെയ്യുന്നില്ല, ഇൻ്റർഡിപ്പെൻഡൻറ്റ് ചെയ്യുന്നില്ല. ഒരു കാര്യത്തിലും എന്ത് ചെയ്യുന്നില്ല, പ്രൈസിലായാലും പ്രൈസ് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മറ്റ് ഫേംസിൽ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, 2 dimensional കോമ്പറ്റീഷൻ. നെക്സ്റ്റ് ഫീച്ചറാണ് 2 dimensional കോമ്പറ്റീഷൻ. ഇപ്പം നമുക്കറിയാം ഇപ്പോൾ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റിഫ് കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് പറയുന്നു. അപ്പം അവിടെ ഈ ഒരു കോമ്പറ്റീഷനെ 2 ഡയമെൻഷനിലാണ് മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിൽ കോമ്പറ്റീഷൻ നടക്കുക, ഫേംസ് തമ്മിലുള്ള കോമ്പറ്റീഷൻ നടക്കുന്നത്. ഫസ്റ്റ് വൺ പ്രൈസ് കോമ്പറ്റീഷൻ, സെക്കൻഡ് വൺ നോൺ പ്രൈസ് കോമ്പറ്റീഷൻ. ഓക്കെ, പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പ്രൈസിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് അവരിങ്ങനെ കോമ്പറ്റീറ്റ് ചെയ്യുക. ഓക്കെ, കോമ്പറ്റീഷൻ വിത്ത് പ്രൈസ് ചേഞ്ചിങ്ങിലൂടെ കോമ്പറ്റീറ്റ് ചെയ്യുക. ഓക്കെ, പ്രൈസ് കുറച്ചിട്ട് കൂടുതൽ ക്വാണ്ടിറ്റി വിൽക്കാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ കോമ്പറ്റ് ചെയ്യാം. ഓക്കെ, നോൺ പ്രൈസ് കോമ്പറ്റീഷനാണ് അടുത്തത്. നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ്, സെല്ലിംഗ് കോസ്റ്റ്, പ്രൊമോഷൻ, അതായത് പ്രൊഡക്റ്റ് പ്രൊമോഷൻ, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്, കോമ്പറ്റ് ചെയ്യുക. മറ്റ് ഫോംസുമായിട്ട് ബ്രാൻഡ് വാല്യൂയിലൊക്കെ വെച്ചിട്ട് കോമ്പറ്റ് ചെയ്യുന്നതിനാണ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പ്രൈസ് എന്നുള്ള ഫാക്ടർ അല്ലാത്ത മറ്റ് ഫാക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് കോമ്പറ്റ് ചെയ്യുന്നതിനാണ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ് എന്നാണ്. അടുത്ത ഫീച്ചറാണ് കൺസെപ്റ്റ് ഓഫ് ഗ്രൂപ്പ്. നമുക്കറിയാം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഫേംസ് ചേർന്നതാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എ ഗ്രൂപ്പ് മീൻസ് a number of firm producing differentiated product that is closely related ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൂട്ടം ഫേംസിനെയാണ് എന്ത് പറയുന്നത്, ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിൽ എന്തുണ്ടാവും, ഓരോ ഗ്രൂപ്പുകളുണ്ടാവും. ആ ഗ്രൂപ്പുകൾ എങ്ങനെയായിരിക്കും, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോളിങ് ഡിമാൻഡ് കർവ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് കർവ് എങ്ങനെയായിരുന്നു, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലായിരുന്നു, എന്താ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആയിരുന്നു. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിൽ എന്താണ്, ഡിമാൻഡ് കർവ് എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്. ഓക്കെ, ലാസ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ്
പെർഫെക്റ്റ് നോളേജ്. നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്തായിരുന്നു, പെർഫെക്റ്റ് നോളേജ് ആയിരുന്നു ഫീച്ചറായിട്ട് വരുന്നത്. എന്തായിരുന്നു, സെല്ലേഴ്സിനായാലും ബയേഴ്സിനായാലും ഓരോ ആളുകൾക്കും മാർക്കറ്റിനെ കുറിച്ച് പെർഫെക്റ്റ് നോളേജ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, ഇംപെർഫെക്റ്റ് നോളേജ് ആണ്. പെർഫെക്റ്റ് നോളേജ് ഉണ്ടാവില്ല. ഓരോ ബയേഴ്സ് വരുമ്പോഴും എന്താണ്, നമ്മൾ ബയേഴ്സ് മേ ബി വിചാരിക്കും ഹൈ പ്രൈസ്ഡ് കമ്മോഡിറ്റി ആണ്, എന്താണ് നല്ല കമ്മോഡിറ്റി എന്നൊക്കെ അസ്യൂം ചെയ്യാണ്. ദേ ഹാവ് നോ പെർഫെക്റ്റ് നോളേജ്. ഇനി ഒരു പുതിയ ബ്രാൻഡ് വരികയാണെന്നുണ്ടെങ്കിലും എന്താണ്, ഈ ബ്രാൻഡിന് എന്ത് ഉണ്ടാവില്ല, ഈ പുതിയ ബ്രാൻഡ് പുതിയൊരു ടെക്നോളജി ഇതാക്കുകയാണെങ്കിൽ ലേറ്റർ പിന്നീട് അത് ഈ ഫീച്ചേഴ്സൊക്കെ മറ്റുള്ളവർ അഡോപ്റ്റ് ചെയ്യുമെങ്കിലും ഫസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, ഇവരുടെ ഒരു മാർക്കറ്റ് നോളേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ, അപ്പം ഇംപെർഫെക്റ്റ് നോളേജ് ആയിരിക്കും മാർക്കറ്റിനെ കുറിച്ചിട്ടുണ്ടാവുക. പ്രത്യേകിച്ച് ബയേഴ്സിന് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ, ക്ലോസ്ലി റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ വിച്ച് വൺ ഈസ് ബെസ്റ്റ് എന്നുള്ളത് എന്തുണ്ടാവില്ല, പെർഫെക്റ്റ് നോളേജ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, ഫീച്ചേഴ്സ് ആയിരുന്നു. ഏതൊക്കെയായിരുന്നു ഫീച്ചേഴ്സ്? അവിടെ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് കുറഞ്ഞ മാർക്കറ്റ് ഷെയർ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ലിമിറ്റഡ് കൺട്രോൾ ഓവർ ദ മാർക്കറ്റ് പ്രൈസ്, ലിമിറ്റഡ് മാർക്കറ്റ് പ്രൈസ് കൺട്രോളാണ് ഇതിനുണ്ടാവുക. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, സെല്ലിംഗ് കോസ്റ്റ് മൊണോപ്പൊളിയിലോ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലോ ഇല്ലാത്ത ഒരു ഫീച്ചറായിരുന്നു, അഡീഷണൽ കോസ്റ്റ് ആണ് എന്താണ്, സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ടു ഡയമെൻഷണൽ കോമ്പറ്റീഷൻ, പ്രൈസ് കോമ്പറ്റീഷനും ഉണ്ടാവും, നോൺ പ്രൈസ് കോമ്പറ്റീഷനും ഇതിൻ്റെ അടുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ദർ ഇസ് നോ പെർഫെക്റ്റ് നോളേജ് അബൌട്ട് ദ മാർക്കറ്റ്. സെല്ലേഴ്സിനൊന്നും ബയേഴ്സിന് മാർക്കറ്റ് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്താണ്, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പെർഫെക്റ്റ് നോളേജ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ഉൽപ്പാദിപ്പിക്കുന്ന ഫേമിൻ്റെ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ഇവിടെ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളത്. ഓക്കെ, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ഉള്ളത്. അപ്പോൾ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ് ഇൻ വിച്ച് ലാർജ് നമ്പർ ഓഫ് ഫേംസ് സെല്ലിംഗ് differentiated commodity which have closely related, they are closely related. എന്താണ്, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് ഉൽപ്പാദിക്കുന്ന ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചറാണ് എന്താ പറയുന്നത്, മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഡിമാൻഡ് കർവ് അണ്ടർ മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷൻ. മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിലുള്ള ഡിമാൻഡ് കർവ് ഏത് രീതിയിലാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫീച്ചേഴ്സ് ഓൾറെഡി പറഞ്ഞു. എന്താണ്, ഡിമാൻഡ് കർവ് എങ്ങനെയാണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണെന്ന്. അതായത് പ്രൈസിനോട് റെസ്പോൺസ് ചെയ്യുന്ന ഒരു ഡിമാൻഡ് തന്നെയാണ് മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷനിൽ ഉള്ളത്. അപ്പം നമുക്കറിയാം എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് മെഷർ ചെയ്തു, വൈ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രൈസും മെഷർ ചെയ്തു. അപ്പം നമുക്ക് ഇനീഷ്യൽ പി ക്യൂ എന്നുള്ള പി എന്നുള്ള പ്രൈസും ക്യൂ എന്നുള്ള ക്വാണ്ടിറ്റിയും, അതായത് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി എന്ത് ചെയ്യാം, പി എന്നുള്ള പ്രൈസിൽ സെയിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, അല്ലെങ്കിൽ പി എന്ന പ്രൈസിൽ എന്ത് ചെയ്യുന്ന ക്യൂ എന്നുള്ള ക്വാണ്ടിറ്റി മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സെയിൽ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം അവിടെ എന്താണ്, കോമ്പറ്റീഷൻ ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ഫേമിന്, മൊണോപ്പൊളിസ്റ്റിക് ഫേമിന് കൂടുതൽ ക്വാണ്ടിറ്റി Q1 എന്നുള്ള ക്വാണ്ടിറ്റി വിൽക്കണം എന്ന് വിചാരിക്കുക. അങ്ങനെ വിൽക്കണം എന്നുണ്ടെങ്കിൽ ഹി ഷുഡ് റെഡ്യൂസ് ദ പ്രൈസ്. എന്ത് ചെയ്യണം, പ്രൈസ് എന്ത് ചെയ്യണം,
P1 Pന്ന് P1 reduce ചെയ്യണം. Okay, because of stiff competition among the firm. Okay, in the monopolistic competition, only the firm can only sell more quantity with reducing the price. Price reduce ചെയ്യുന്നതിൻ്റെ കൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വാണ്ടിറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂട്ടാൻ കഴിയുള്ളൂ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മോണോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനിലും മാർക്കറ്റ് സ്ട്രക്ചറിലും എന്താണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്. അപ്പം രണ്ടും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്. ബട്ട് രണ്ടും ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണെങ്കിൽ കൂടെ രണ്ടിലും വ്യത്യാസമുണ്ട്. ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഗ്രാഫിക്കലായിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മോണോപോളിസ്റ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. മോണോപോളിസ്റ്റ് കോമ്പറ്റീഷൻ്റെ ഡിമാൻഡ് കർവ് ആണ് ഫസ്റ്റ് പാർട്ടിൽ തന്നിട്ടുള്ളത്. സെക്കൻഡ് പാർട്ട് തന്നിട്ടുള്ളത് മോണോപ്പൊളിയാണ്. ഓക്കെ, ഫസ്റ്റ് പാർട്ട് ഇത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്താണ് മോണോപോളിസ്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിൻ്റെ ഡിമാൻഡ് കർവ് ഈസ് the demand curve of monopolistic competitive firm is highly elastic അല്ലെങ്കിൽ more elastic than the monopoly firm. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം ഇതെന്താണ് വെദർ ഇറ്റ് ഈസ് ഇത് ട്രൂ ആണോ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഇലാസ്റ്റിറ്റി എങ്ങനെയായിരുന്നു, ഒരു ലീനിയർ കർവിൻ്റെ ഇലാസ്റ്റിറ്റി നമ്മൾ കണ്ടിരുന്നത് അതിനുള്ള ഒരു മെത്തേഡായിരുന്നു ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ്. ഒരു പോയിന്റിൽ ഇലാസ്റ്റിറ്റി നമ്മൾ കണ്ടിരുന്നത് ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ബി ഡി എന്നുള്ള ലൈന്, അതായത് ഈ പോയിന്റ് രണ്ട് പോയിന്റ്സ് നമ്മൾ ഇതിന് പാരലായിട്ട് ഒരു ലൈന് വരച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ഒരേ ഒരു ഡയറക്ഷനിലുള്ള ഇലാസ്റ്റിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താ ലോവർ സെഗ്മെൻറ്റിലുള്ള ബി ഡി എന്ന് പറയുന്നത് നമുക്കറിയാം ഗ്രേറ്റർ ദാൻ ഇ എം. അതുപോലെ തന്നെ എന്താണ് ഡി ഇ ഗ്രേറ്റർ ദാൻ ഡി ബി. ഓക്കെ, അല്ലെങ്കിൽ എ ബി. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിറ്റി എങ്ങനെയായിരുന്നു, അപ്പം ഈ ഒരു ഡിമാൻഡ് കർവിൽ ഈ ഒരു പോയിന്റിൻ്റെ ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് എന്താണ് ബി ഡി ഡിവൈഡഡ് ബൈ എ ബി. നമുക്കറിയാം ഈ പോയിന്റിനേക്കാൾ വലുതാണ്. അതുപോലെ തന്നെ ഈ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈനിനേക്കാൾ വലുതാണ്. അപ്പം എന്താണ് ഈ വാല്യൂ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക അല്ലേ. ലോവർ സെഗ്മെൻറ്റ് ഇവിടെ കൂടുതലായിട്ടും അപ്പർ സെഗ്മെൻറ്റ് കുറവാണ്. അപ്പം ഇതിൻ്റെ വാല്യൂ ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് എന്നുള്ളതിൽ കാണുമ്പോൾ ബി ഡി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നമുക്കറിയാം വലിയൊരു വാല്യൂ ഉള്ള ലൈനാണ്. എന്നാൽ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതുമാണ്. അപ്പം ഇതിൻ്റെ ഇലാസ്റ്റിറ്റി ആണ് കൂടുക. അപ്പോൾ ബി ഡി ഈസ് ഗ്രേറ്റർ ദാൻ നമ്മളിത് പറഞ്ഞു കമ്പാരിറ്റീവ്ലി ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ലോവർ സെഗ്മെൻറ്റ് കുറവാണ്, അതുപോലെ അപ്പർ സെഗ്മെൻറ്റ് എന്താണ് കൂടുതലുമാണ്. അപ്പം അതിൻ്റെ ഇലാസ്റ്റിറ്റി എന്താണ്
കുറയും. ആ ഒരു വാല്യൂ ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് എന്ന് കണ്ടെത്തുമ്പം അതിനൊരു വാല്യൂ ഇട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താവും, ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് EM ഡിവൈഡഡ് ബൈ DE. അപ്പം മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിൻ്റെ ഡിമാൻഡ് കർവ് എന്താണ്, ഹൈലി ഇലാസ്റ്റിക് ആണ്. പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിലും എന്താണ്, മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീറ്റീവ് ഫേമിൻ്റെ ഹൈലി ഇലാസ്റ്റിക് ആവും. കാരണം എന്താണ്, അവിടെ സ്റ്റിഫ് കോമ്പറ്റീഷൻ ഉണ്ട്, പ്രൈസ് കോമ്പറ്റീഷൻ. പ്രൈസിലാണെങ്കിൽ എന്താണ്, ലിമിറ്റഡ് കൺട്രോൾ മാത്രമേ ഉള്ളൂ മൊണോപ്പൊളിസ്റ്റ് ഫേമിന് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പം മൊണോപ്പൊളിസ്റ്റ് ഡിമാൻഡ് കർവ്, മൊണോപ്പൊളിസ്റ്റ് കോമ്പറ്റീറ്റീവ് ഡിമാൻഡ് കർവ് ഈസ് ഹൈലി ഇലാസ്റ്റിക് അല്ലെങ്കിൽ മോർ ഇലാസ്റ്റിക് ദാൻ ദ മൊണോപ്പൊളി ഫേം ഡിമാൻഡ് കർവ്. മൊണോപ്പൊളിസ്റ്റ് ഫേമിൻ്റെ ഡിമാൻഡ് കർവ് ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്, സിംഗിൾ സെല്ലർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കോമ്പറ്റീഷന് ഇല്ലാത്തത് കൊണ്ടാണ് ആ ഡിമാൻഡ് കർവ് എന്താണ് സ്റ്റീപ്പായിട്ട്, കുത്തനായിട്ട്, അതായത് ഇലാസ്റ്റിറ്റി കുറഞ്ഞ ഒരു ഡിമാൻഡ് കർവ് ആയിട്ട് മാറുന്നത്. ബട്ട് ഇൻ ദ കേസസ് ഓഫ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ കേസിൽ എന്താണ്, ഇവിടെ എന്താണ്, സ്റ്റിഫ് കോമ്പറ്റീഷൻ എമംഗ് ദ ഫേം. ദേ ആർ ഓരെന്താണ്, ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റ്, ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതും കൊണ്ടാണ് എന്താ പറയുന്നത്, അവിടെ കോമ്പറ്റീഷൻ വരുന്നത്. ആ കോമ്പറ്റീഷൻ കാരണമാണ്, പ്രൈസ് കോമ്പറ്റീഷനും വരുന്നതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് എന്ത് ചെയ്യുന്നത്, ഹൈലി ഇലാസ്റ്റിക് ആയിട്ട് മാറുന്നത്. ജനറൽ ഇക്വിലിബ്രിയം അനാലിസിസ് ഹാവ് ടു അസംഷൻസ്. ജനറൽ ഇക്വിലിബ്രിയം അനാലിസിന് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് അസംഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിഫോമിറ്റി അസംഷൻ, സെക്കൻഡ് വൺ സിമ്മട്രി അസംഷൻ. ഓക്കെ, യൂണിഫോമിറ്റി അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോസ്റ്റ് കർവ് ആൻഡ് ഡിമാൻഡ് കർവ് ആർ സെയിം ഫോർ ഓൾ ഫേം ഇൻ ദിസ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ ഗ്രൂപ്പിൻ്റെയും ഡിമാൻഡ് കർവും കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് യൂണിഫോമിറ്റി അസംഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് സിമ്മട്രി അസംഷൻ. ഓക്കെ, സിമ്മട്രി അസംഷൻ മീൻസ് ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് നോട്ട് ഏബിൾ ടു ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻ ഓഫ് അതേഴ്സ്. എന്താണ്, ഈ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൻ്റെ അകത്ത് ഒത്തിരി ഫേംസ് ഉണ്ടാവും. ആ ഫേംസിനൊക്കെ പ്രൊഡക്റ്റ് ഡിസിഷൻസ് ഉണ്ടാവും. അപ്പം ഈച്ച് ഫേംസിൻ്റെയും ഡിസിഷനകത്ത് എന്ത് ചെയ്യാൻ കഴിയില്ല, ഓരോ ഫേംസിനും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. അതിനാണ് സിമ്മട്രി അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു when a new brand is established in the market, monopolistic മാർക്കറ്റിൽ ഒരു ന്യൂ ഫേം എന്ത് ചെയ്യാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. നോർമലി he can get the supernormal profit. Okay, but gradually other firms in the product group imitate their features and technologies. എന്താണ്, ഗ്രാജുവലി എന്ത് ചെയ്യും, മറ്റ് ഫേംസും എന്ത് ചെയ്യും, ഫസ്റ്റ് ഇവർ കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അഡോപ്റ്റ് ചെയ്യും. അതോടുകൂടി എന്ത് ചെയ്യും, ഈ ഒരു സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ത് ചെയ്യും, ഗ്രാജുവലി വാനിഷ് ആയിട്ട് പോകും. ഓക്കെ, അപ്പം ഷോർട്ട് റണ്ണിൽ ഈ ഗ്രൂപ്പ് ഇക്വിലിബ്രിയത്തിൽ പുതിയ ബ്രാൻഡ്സ് കൊണ്ടുവരുമ്പം, ഒരു പുതിയ ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പം അവർക്ക് എന്ത് ചെയ്യും, പുതിയ ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് തന്നെ കിട്ടും. പക്ഷെ എന്ത് ചെയ്യും, പോകെ പോകെ എന്ത് ചെയ്യും, മറ്റ് ഫേംസ്, ഈ പ്രൊഡക്റ്റ് ഗ്രൂപ്പിലുള്ള മറ്റ് ഫേംസ് എന്ത് ചെയ്യും, ഇതേ ഫീച്ചേഴ്സൊക്കെ എന്ത് ചെയ്യും, അവരൊക്കെ അഡോപ്റ്റ് ചെയ്യും. അതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഈ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഈ ന്യൂ ബ്രാൻഡിൻ്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യും, വാനിഷ് ആയിട്ട് പോകും. അപ്പം ലോങ് റണ്ണിൽ എന്ത് ചെയ്യാണ്, ഇവർക്ക്
ഈ പ്രൊഡക്റ്റ് ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് ഇക്വിലിബ്രിയത്തിനകത്ത് എന്താ പറ്റുക, നോർമൽ പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷനാണ്, ഇല്ലുസ്ട്രേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഷോർട്ട് റണ്ണിൽ ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് നമുക്കറിയാം MCMR ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് MR മാർജിനൽ റവന്യൂ ഇക്വിലിബ്രിയത്തിലെത്തി, MR MC ഇക്വിലിബ്രിയം അറ്റ് പോയിന്റ് E. അവിടെ എന്താണ് T എന്ന എന്താ OM ക്വാണ്ടിറ്റി പ്രൈസിലെടുത്ത് വെച്ച് P' എന്നുള്ള പ്രൈസിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ആവറേജ് കോസ്റ്റ് കർവ് എന്ന് പറയുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് OT എന്ന് മാത്രമായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, ആവറേജ് കോസ്റ്റ് ഈസ് ലെസ്സർ ദാൻ ദ ആവറേജ് റവന്യൂ. ആവറേജ് റവന്യൂ അല്ലെങ്കിൽ പ്രൈസിനെക്കാട്ടിലും ആവറേജ് കോസ്റ്റ് എന്താണ്, കുറവാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു ഫേം എന്ത് ചെയ്യാണ്, പ്രോഫിറ്റ് ഏൺ ചെയ്യാണ്. ഏതാണ് ആ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്, PETP'. അതായത് ഈ ഒരു ഏരിയയിലുള്ള ഈ ഒരു ഏരിയ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു ബ്രാൻഡ് എക്സിസ്റ്റ് ചെയ്തു, അവർക്ക് എന്ത് ചെയ്തു, ഫീച്ചേഴ്സ് കാരണം കൂടുതൽ ഡിമാൻഡും ആ പ്രൊഡക്റ്റിൻ്റെ നാച്ചുറൽ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഡിമാൻഡ് ഉണ്ടാവുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് ഇൻ ദ ലോങ് റണ്ണിൽ എന്താണ്, മറ്റ് ഫേംസും അതിനെ ഇമിറ്റേറ്റ് ചെയ്യും, ലോവസ്റ്റ് പ്രൈസ് കണ്ടീഷനും എല്ലാം ഇമിറ്റേറ്റ് ചെയ്യും. ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മൾ ഇക്വിലിബ്രിയം ഉണ്ട്, MC = MR ഇക്വിലിബ്രിയം. അതിൽ നമുക്ക് പ്രൈസ് എന്നുള്ളത് P1 കിട്ടി, ഇക്വിലിബ്രിയം പ്രൈസ് എന്നുള്ളത്. ഇവിടെ എന്താണ്, ഇക്വിലിബ്രിയം പ്രൈസും കോസ്റ്റും എന്താണ്, അതായത് ARഉം MC എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ആ നോർമൽ പ്രോഫിറ്റ് ഉണ്ട്, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്താണ്, വാനിഷ് ആയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ലോങ് റണ്ണിൽ എന്താണ്, പ്രൊഡക്റ്റ് ഗ്രൂപ്പിനകത്ത് എല്ലാ ഫേംസിനും എന്താണ്, നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. സൂപ്പർ നോർമൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം ആണ്, മോണോപോളിസ്റ്റ് കോമ്പറ്റീറ്റീവ് ഇക്വിലിബ്രിയം ആണ് ഡിസ്കസ് ചെയ്തത്. രണ്ട് രീതിയിലുള്ള ഇക്വിലിബ്രിയം ഉണ്ട്, ഇൻഡിവിജ്വൽ ഫേം ഇക്വിലിബ്രിയം ഉണ്ട്. ഇൻഡിവിജ്വൽ ഫേം ഇക്വിലിബ്രിയത്തിനകത്ത് ഷോർട്ട് റണ്ണിലാണെന്നുണ്ടെങ്കിൽ രണ്ട് ലോസും ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോഫിറ്റും ഉണ്ടാവും. പക്ഷേ ലോങ് റണ്ണിനകത്ത് നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ ഒരു ഇൻഡിവിജ്വൽ ഫേമിന്. ഓക്കെ, ഗ്രൂപ്പ് ഇക്വിലിബ്രിയത്തിലാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് റണ്ണിൽ ഒരു ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫേംസിൻ്റെ ഒരു കൂട്ടം, ഒരു ഗ്രൂപ്പിനാണ്, അവരുടെ ഇക്വിലിബ്രിയം ആണ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രൊഡക്റ്റ് ഗ്രൂപ്പിനകത്ത് ഒരു പുതിയ ഫേം വന്നിട്ട് ഒരു പുതിയ ബ്രാൻഡ് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബ്രാൻഡിന് എന്ത് ചെയ്യും, സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ പോകെ ലോങ് റണ്ണിൽ എന്ത് ചെയ്യും, മറ്റ് ഫേംസ് എല്ലാം ഇതിൻ്റെ ഫീച്ചേഴ്സ് അഡോപ്റ്റ് ചെയ്യുകയും പിന്നെ എല്ലാ ബ്രാൻഡ്സും എന്താണ്, സെയിം ആയി പോകും. അപ്പം എല്ലാ ബ്രാൻഡ്സിനും എന്താണ്, ലോങ് റണ്ണിൽ എന്താണ്, നോർമൽ പ്രോഫിറ്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏൺ ചെയ്യാൻ കഴിയുന്നുള്ളൂ. Equilibrium under selling cost. Selling costs are the costs incurred in order to change the position and shape of the demand curve. ചാമ്പർലൈൻ്റെ അഭിപ്രായത്തിൽ സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കർവ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേം ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. ചാമ്പർലൈൻ ഡിവൈഡ് ദ കോസ്റ്റ് ഇൻ ടു distinguish the cost into selling cost and production cost. ചാമ്പർലൈൻ എന്ത് ചെയ്തിട്ടുണ്ട്, കോസ്റ്റ് സെല്ലിംഗ് കോസ്റ്റ് ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്തിട്ടുണ്ട്. സെല്ലിംഗ് കോസ്റ്റ് എന്താണ്, സെല്ലിംഗ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് ടു ചേഞ്ച് ദ ഇൻക്രീസ് ദ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേം ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ് എന്ത് പറയുന്നത്, സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കൺസ്യൂമറുടെ അടുത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റാണ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നൊക്കെ പറയും. സെല്ലിംഗ് കോസ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? മെയിൻലി അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്, അതുപോലെ മാർക്കറ്റിംഗ്, സ്റ്റാഫിൻ്റെ സാലറി, ഇൻസെൻറ്റീവ്, ഇതൊക്കെ എന്താണ്? സെല്ലിംഗ് കോസ്റ്റാണ്. ഓക്കെ, അപ്പം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതൊക്കെ എന്ത് ചെയ്യാണ്? സെല്ലിംഗ് കോസ്റ്റിൽ ആഡ് ചെയ്യപ്പെടുന്നു? ഇല്ല, ഒരിക്കലില്ല. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ത് ചെയ്യുന്നില്ല? ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യാണ്? പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇക്വിലിബ്രിയം അണ്ടർ സെല്ലിംഗ് കോസ്റ്റ് ഹാസ് സം അസംഷൻ. സെല്ലിംഗ് കോസ്റ്റിന് 2 അസംഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ദ ടേസ്റ്റ് ഓഫ് ദ കൺസ്യൂമർ. ടേസ്റ്റ് ആൻഡ് ഡിമാൻഡ് ഓഫ് ദ കൺസ്യൂമേഴ്സ് മേ വാരി. എന്താണ്? കൺസ്യൂമറിൻ്റെ ഡിമാൻഡും ടേസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്? വാരി ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബയർ ഹാസ് നോ പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദ പ്രൊഡക്റ്റ്. ഇതൊക്കെയാണ് അസംഷൻ. ബയർ ഹാസ് നോ പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദ പ്രൊഡക്റ്റ്. ബയേഴ്സിന് എന്ത് ചെയ്യില്ല? അവർ വാങ്ങിക്കാൻ പോകുന്ന പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല? പെർഫെക്റ്റ് നോളജ് ഉണ്ടാവുന്നില്ല. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ മേ വാരി. ടേസ്റ്റും ഡിമാൻഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ടേസ്റ്റും ഡിമാൻഡും എന്ത് ചെയ്യുന്നുണ്ട്? ബയറിൻ്റെ വാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം സെല്ലിംഗ് കോസ്റ്റ് എങ്ങനെ? ഹൗ ദ സെല്ലിംഗ് കോസ്റ്റ് എഫക്റ്റ് ദ ഔട്ട്പുട്ട് പ്രൈസ് ഇക്വിലിബ്രിയം. എങ്ങനെയാണ് സെല്ലിംഗ് കോസ്റ്റ് ഔട്ട്പുട്ട് പ്രൊഡക്റ്റ് ഇക്വിലിബ്രിയത്തിനെ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം സെല്ലിംഗ് കോസ്റ്റ് എന്താണ്? ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കോസ്റ്റ് ആണെന്ന് പറയുന്നത് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഡിമാൻഡിനും പ്രൈസ് ഔട്ട്പുട്ട് ഇക്വിലിബ്രിയത്തിനും സെല്ലിംഗ് കോസ്റ്റ് വരിക കാരണം എന്താണ് ചേഞ്ച് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഇക്വിലിബ്രിയം അണ്ടർ സെല്ലിംഗ് കോസ്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് മെഷർ ചെയ്തു, വൈ ആക്സിസ് പ്രൈസ് ആൻഡ് കോസ്റ്റ് മെഷർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണേ? ഒരു പ്രീ സെല്ലിംഗ് കോസ്റ്റ് സിറ്റുവേഷൻ, സെല്ലിംഗ് കോസ്റ്റ് ഒന്നുമില്ലാത്ത ഒരു സിറ്റുവേഷനാണ്. ഇവിടെ എന്താണ്? AR കർവ് ഉണ്ട്, APC ആവറേജ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ആവറേജ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ ഇക്വിലിബ്രിയം ഉണ്ട്. ഇവിടെ എന്താണ്? ഈ ഒരു ഫേം PQRS എന്നുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഡിമാൻഡ് ഫേം ഇൻകർ സം ലോസ്, സം കോസ്റ്റ്, ദാറ്റ്സ് കോൾഡ് സെല്ലിംഗ് കോസ്റ്റ്. എന്താണ്? ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേം എന്താണ്? കുറച്ച് സെല്ലിംഗ് കോസ്റ്റ് ഇൻകർ ചെയ്യാണ്. അപ്പം എന്താണ് നെക്സ്റ്റ് ഈ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഡിസിഷന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം APC എന്താണ്? ആവറേജ് പ്രൊഡക്ഷൻ കോസ്റ്റ്. നമ്മൾ കർവ് മാറിയിട്ടുണ്ട്. ACC ആയിട്ട് മാറിയിട്ടുണ്ട്. ACC പറഞ്ഞാൽ ആവറേജ് കോമ്പോസിറ്റ് കോസ്റ്റ്, അതായത് ആവറേജ് പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് ആവറേജ് പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് ആവറേജ് സെല്ലിംഗ് കോസ്റ്റ്. ആവറേജ് പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് ആവറേജ് സെല്ലിംഗ് കോസ്റ്റ്, അതാണ് ആവറേജ് കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആവറേജ് സെല്ലിംഗ് കോസ്റ്റ് എന്തായിരിക്കും? ആവറേജ് സെല്ലിംഗ് കോസ്റ്റ് ഈസ് ദ വെർട്ടിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് കോമ്പോസിറ്റ് കോസ്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്ഷൻ കോസ്റ്റ്. എന്താണ്? ആവറേജ് സെല്ലിംഗ് കോസ്റ്റ് ഈസ് ദ വെർട്ടിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് കോമ്പോസിറ്റ് കോസ്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? സെല്ലിംഗ് കോസ്റ്റ് കൊണ്ടുവന്നു. ഒരു ഫേം എന്ത് ചെയ്യുന്നുണ്ട്? സെല്ലിംഗ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ആവറേജ് കോമ്പോസിറ്റ് കോസ്റ്റ് കിട്ടി. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം OM1 ക്വാണ്ടിറ്റി സെയിൽ ചെയ്തപ്പോൾ PQRS എന്നുള്ള പ്രോഫിറ്റ് ആയിരുന്നു പ്രീവിയസ് സമയത്ത് ഈ ഒരു ഫേം ഏൺ ചെയ്തിരുന്നത്. ആഫ്റ്റർ സെല്ലിംഗ് കോസ്റ്റിന് ശേഷം എന്ത് ചെയ്തു? OM1
ക്വാണ്ടിറ്റി സെയിൽ ചെയ്ത സമയത്ത് ഈ ഒരു ഫേമിന് P1, Q1, R1, S1 എന്നുള്ള എന്ത് ചെയ്യുന്ന പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ എന്താണ് PQRS എന്താണ് പ്രീവിയസ് ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ആയിരുന്നു. ഈ സെല്ലിംഗ് കോസ്റ്റിന് ശേഷം എന്ത് ചെയ്തു പ്രോഫിറ്റ് P1, Q1, R1, S1 ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്കറിയാം എന്താണ് P1, Q1, R1, S1 ഈസ് ഗ്രേറ്റർ ദാൻ QRS. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് P1, Q1, R1, S1 ഈസ് ഗ്രേറ്റർ ദാൻ PQRS. അപ്പം സെല്ലിംഗ് കോസ്റ്റ് ഇവിടെ അഡീഷണലി ഈ ഫേം ഇൻകർ ചെയ്യുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മോർ ക്വാണ്ടിറ്റി വിൽക്കാനും ഹയർ പ്രൈസിൽ കൂടുതൽ ക്വാണ്ടിറ്റി വിറ്റിട്ട് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എഗെയിൻ വീണ്ടും എന്ത് ചെയ്യാണ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ സെല്ലിംഗ് കോസ്റ്റ് ഈ ഫേം ഇൻകർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ACC1 എന്നുള്ളത് ACC2 ഷിഫ്റ്റ് ചെയ്തു. അന്നേരം നമുക്ക് എന്ത് ചെയ്തു പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് P2, Q2, R2, S2 എന്നുള്ള ഹയർ പ്രോഫിറ്റിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അറൈസസ് ദാറ്റ് ഹൗ ലോങ് ദ ഫേം ഇൻകർ ദ സെല്ലിംഗ് കോസ്റ്റ്. അപ്പം എത്ര കാലം ഈ ഒരു സെല്ലിംഗ് കോസ്റ്റ് ഫേം ഇൻകർ ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യുന്നത്. ഓക്കെ, ഏതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദ അഡീഷണൽ റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ അഡീഷണൽ കോസ്റ്റ് സെല്ലിംഗ് കോസ്റ്റ്. ഇതിന്ന് ഇൻകർ ചെയ്യുന്ന അഡീഷണൽ റവന്യൂ എപ്പോഴൊക്കെയാണോ അഡീഷണൽ കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് വരുന്നത് ആ സമയത്തൊക്കെ എന്ത് ചെയ്യും ഈ ഒരു സെല്ലിംഗ് കോസ്റ്റ് ഫേം ഇൻകർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഏത് പോയിന്റിലായിരിക്കും ഇത് സ്റ്റോപ്പ് ചെയ്യുക? ദ പോയിന്റ് അറ്റ് വിച്ച് ദ അഡീഷണൽ റവന്യൂ അഡീഷണൽ പ്രോഫിറ്റ് ഈസ് അറ്റ് മാക്സിമം. പ്രോഫിറ്റ് മാക്സിമത്തിലെത്തുന്ന പോയിന്റിൽ എവിടെ ആയിരിക്കും ആ പ്രോഫിറ്റ് മാക്സിമത്തിലെത്തുക? അഡീഷണൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു അഡീഷണൽ റവന്യൂ. അഡീഷണൽ സെല്ലിംഗ് കോസ്റ്റും അഡീഷണൽ റവന്യൂവും കൂടെ ഈക്വൽ ആവുന്ന പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് വരെ എന്ത് ചെയ്യും സെല്ലിംഗ് കോസ്റ്റ് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയത്തിൽ പ്രൈസ് ഔട്ട്പുട്ട് ഇക്വിലിബ്രിയത്തിൽ സെല്ലിംഗ് കോസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് വന്നതിന് ഇക്വിലിബ്രിയം എന്ത് സംഭവിക്കുന്നു ക്വാണ്ടിറ്റിയും പ്രൈസും പ്രോഫിറ്റിനൊക്കെ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പം അഡീഷണൽ സെല്ലിംഗ് കോസ്റ്റ് ഫേം ഇൻകർ ചെയ്യുന്നതോടുകൂടി ഫേമിന് എന്ത് ചെയ്യുന്നുണ്ട് അഡീഷണൽ പ്രോഫിറ്റ് ഇൻകർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു അഡീഷണൽ കോസ്റ്റ് ഈക്വൽ ടു അഡീഷണൽ സെല്ലിംഗ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു അഡീഷണൽ റവന്യൂ എന്നുള്ള പോയിന്റിലായിരിക്കും ഈ ഒരു ഫേം എന്ത് ചെയ്യുക ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷനിൽ എത്തുന്നത്. ആ ഒരു ലെവൽ വരെ എന്ത് ചെയ്യും സെല്ലിംഗ് കോസ്റ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഫേം ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്. ഓക്കെ, സെല്ലിംഗ് കോസ്റ്റ് ഈസ് ഇൻകേർഡ് ബൈ എ ഫേം ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേം ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ്. അപ്പം ഈ ഇൻകർ ചെയ്യുന്നതിലൂടെ ഈ കോസ്റ്റ് ബെയർ ചെയ്യുന്നതിലൂടെ അഡീഷണൽ റവന്യൂ കൂടുതൽ കിട്ടുന്ന സമയത്തെല്ലാം എന്ത് ചെയ്തും ഇതിങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് പ്രൊഡക്ഷൻ ഇക്വിലിബ്രിയം അണ്ടർ സെല്ലിംഗ് കോസ്റ്റ് എന്നുള്ള ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.